അമേരിക്കയുടെ F-22, F-35 തുടങ്ങിയ അത്യാധുനിക സ്റ്റെൽത്ത് വിമാനങ്ങളെപ്പോലും കണ്ടെത്താൻ ശേഷിയുള്ള റഡാർ സാങ്കേതിക വിദ്യകൾ തങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ടെന്ന് ചൈന ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട്. ചൈന ഇലക്ട്രോണിക് ടെക്നോളജി കോർപ്പറേഷൻ പോലുള്ള സർക്കാർ സ്ഥാപനങ്ങളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. പ്രധാനമായും 3 വ്യത്യസ്ത സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ചൈന ഈ ആന്റി സ്റ്റെൽത്ത് റഡാറുകൾ വികസിപ്പിച്ചതത്രേ. ഒന്നാമത്തേത് ക്വാണ്ടം റഡാർ സാങ്കേതിക വിദ്യയാണ്. പരമ്പരാഗത റഡാറുകളെ പൂർണ്ണമായും അപ്രസക്തമാക്കുന്ന ഒന്നാണിത്. ക്വാണ്ടം ഭൗതികശാസ്ത്രത്തിലെ ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്ന പ്രതിഭാസമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ക്വാണ്ടം റഡാർ ഒരു ജോഡി പ്രകാശകണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് ഇതിൽ ഒരു കണത്തെ അന്തരീക്ഷത്തിലേക്ക് റഡാർ തരംഗമായി അയക്കുകയും മറ്റേ കണത്തെ റഡാർ സ്റ്റേഷനിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. അന്തരീക്ഷത്തിലേക്ക് വിട്ട പ്രകാശകണം ഏതെങ്കിലും സ്റ്റെൽത്ത് വിമാനത്തിൽ തട്ടി തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ക്വാണ്ടം അവസ്ഥയിൽ മാറ്റമുണ്ടാകുന്നു. ഈ മാറ്റം റഡാർ സ്റ്റേഷനിൽ ഇരിക്കുന്ന കണത്തിൽ തത്സമയം പ്രതിഫലിക്കും. സ്റ്റെൽത്ത് വിമാനങ്ങളുടെ പ്രത്യേക കോട്ടിങ്ങിനോ ആകൃതിക്കോ ഈ ക്വാണ്ടം മാറ്റങ്ങളെ മറച്ചു വെക്കാൻ കഴിയില്ല. കൂടാതെ റഡാർ തരംഗങ്ങളെ ജാം ചെയ്യാനും ഇതിലൂടെ സാധിക്കില്ല. അടുത്തിടെ ചൈന ഇതിനായി വികസിപ്പിച്ച ഫോട്ടോൺ ക്യാച്ചർ എന്ന ഉപകരണം ഇത്തരം ദുർബലമായ കണങ്ങളെപ്പോലും കൃത്യമായി തിരിച്ചറിയാൻ ശേഷിയുള്ളതാണ്. രണ്ടാമത്തേത് മെട്രിക് വേവ് റഡാർ അഥവാ VHF റഡാറുകളാണ്. സാധാരണ സ്റ്റെൽത്ത് വിമാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഉയർന്ന ഫ്രീക്വൻസിയുള്ള X ബാൻഡ് അല്ലെങ്കിൽ KU ബാൻഡ് റഡാർ തരംഗങ്ങളെ വഴിതിരിച്ചുവിടാനോ ആഗിരണം ചെയ്യാനോ വേണ്ടിയാണ്. എന്നാൽ ചൈനയുടെ YLC-8E പോലുള്ള റഡാറുകൾ വളരെ നീളമുള്ള തരംഗദൈർഘ്യമുള്ള VHF തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ റഡാർ തരംഗങ്ങളുടെ നീളം വിമാനത്തിന്റെ ചിറകുകളുടെയോ വാലുകളുടെയോ വലിപ്പത്തിന് തുല്യമായി വരുമ്പോൾ അവിടെ റെസോണൻസ് എന്ന പ്രതിഭാസം ഉണ്ടാകുന്നു. ഇത് കാരണം സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് തരംഗങ്ങളെ ആഗിരണം ചെയ്യാൻ കഴിയാതെ വരികയും വളരെ ശക്തമായി അത് പ്രതിഫലിക്കുകയും തിരികെ റഡാറിലേക്ക് വരികയും ചെയ്യുന്നു. പ്രത്യേക ആന്റിനകൾ ഉപയോഗിച്ച് ചൈന ഈ സാങ്കേതിക വിദ്യ കൂടുതൽ ലളിതമാക്കിയിട്ടുണ്ട്. മൂന്നാമത്തേത് ടെറാഹെർട്സ് റഡാറാണ്. ഇൻഫ്രാറെഡിനും പ്രകാശ തരംഗങ്ങൾക്കും ഇടയിലുള്ള ഫ്രീക്വൻസിയിലാണ് ഈ റഡാറുകൾ പ്രവർത്തിക്കുന്നത്. സ്റ്റെൽത്ത് വിമാനങ്ങളിൽ റഡാർ തരംഗങ്ങളെ ആഗിരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രത്യേകതരം പെയിന്റുകളെയും മെറ്റീരിയലുകളെയും തുളച്ചു കയറാൻ ടെറാഹെർട്സ് തരംഗങ്ങൾക്ക് കഴിയും. വിമാനത്തിന്റെ ഉള്ളിലെ ലോഹഭാഗങ്ങളിൽ തട്ടി ഈ തരംഗങ്ങൾ തിരിച്ചു വരുന്നതിലൂടെ വിമാനത്തിന്റെ കൃത്യമായ രൂപം പോലും റഡാർ സ്ക്രീനിൽ തെളിയും. ചൈന ഈ സാങ്കേതിക വിദ്യകളിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ടെന്നും അവയുടെ വൻതോതിലുള്ള ഉൽപ്പാദനം ആരംഭിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും യുദ്ധമുഖത്ത് ഇവ എത്രത്തോളം ഫലപ്രദമായിരിക്കുമെന്നതിൽ ആഗോള പ്രതിരോധ വിദഗ്ധർക്കിടയിൽ ഇപ്പോഴും സംശയങ്ങളുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്റ്റെൽത്ത് വിമാനങ്ങളെ ലക്ഷ്യം വെക്കുന്ന മിസൈലുകൾ എത്രമാത്രം ഫലപ്രദമായി ഈ ടെക്നോളജികൾ ഉപയോഗിച്ച് തകർക്കുമെന്നത് ഓരോ രാജ്യത്തിൻ്റെയും സാങ്കേതിക മികവ് അനുസരിച്ചിരിക്കും. ആന്റി സ്റ്റെൽത്ത് റഡാറുകൾക്ക് വിമാനങ്ങൾ വരുന്നത് മുൻകൂട്ടി കണ്ടെത്താൻ സാധിച്ചാൽ തന്നെ അവയെ കൃത്യമായി ലക്ഷ്യം വെച്ച് മിസൈൽ തൊടുക്കാൻ ഇപ്പോഴും കടുത്ത വെല്ലുവിളികൾ ഉണ്ട് എന്നത് തന്നെയാണ് അതിന് കാരണം. അതായത് സ്റ്റെൽത്ത് വിമാനങ്ങൾ വരുന്നത് മുൻകൂട്ടി കണ്ടെത്താൻ പുതിയ ഇത്തരം റഡാറുകൾക്ക് സാധിക്കുമെങ്കിലും അവയ്ക്ക് നേരെ ഒരു മിസൈൽ തൊടുത്ത് കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നത് ഇപ്പോഴും പ്രതിരോധ രംഗത്തെ ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ്. ഒന്നാമത്തേത് ലോക്കിംഗ് റഡാറുകളുടെ പരിമിതിയാണ്. സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന മെട്രിക് വേവ് അതായത് VHF റഡാറുകൾക്ക് വളരെ നീളമുള്ള തരംഗ ദൈർഘ്യമാണുള്ളത്. ഇവക്ക് വിമാനം എവിടെയോ ഉണ്ട് എന്ന് കണ്ടെത്താൻ കഴിയുമെങ്കിലും അതിൻ്റെ കൃത്യമായ സ്ഥാനവും ദിശയും വേഗതയും നിർണ്ണയിക്കാൻ പ്രയാസമാണ് എന്നതാണ് ഒരു വലിയ പ്രശ്നം. മിസൈൽ തൊടുക്കണമെങ്കിൽ വളരെ കൃത്യതയുള്ള ഉയർന്ന ഫ്രീക്വൻസി തരംഗങ്ങൾ അതായത് X ബാൻഡ് തരംഗങ്ങൾ ആവശ്യമാണ്. എന്നാൽ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ ആകൃതിയും അവയിലെ കോട്ടിങ്ങും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ X ബാൻഡ് തരംഗങ്ങളെ ആഗിരണം ചെയ്യാനോ വശങ്ങളിലേക്ക് സ്കാറ്ററിംഗ് ചെയ്യാനോ കഴിയുന്ന രൂപത്തിലാണ്. അതിനാൽ മിസൈൽ ലോക്ക് ചെയ്യാൻ ആവശ്യമായ കൃത്യമായ സിഗ്നൽ റഡാറിന് ലഭിക്കാതെ വന്നേക്കാം. എന്നാൽ ഓരോ രാജ്യങ്ങളും ഇത്തരം വെല്ലുവിളികൾ നേരിടാൻ പര്യാപ്തമായ എന്തൊക്കെ സാങ്കേതിക മാറ്റങ്ങളാണ് അവയുടെ പുതിയ റഡാറുകളിൽ സ്ഥാപിച്ചത് എന്നത് രഹസ്യമായി തന്നെ നിലനിൽക്കും. സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ ചൈന മാത്രമല്ല ഇന്ത്യ, റഷ്യ, USA തുടങ്ങിയ മുൻനിര രാജ്യങ്ങളും ഇതിനകം തന്നെ ഈ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയും സ്വന്തമായി അത്യാധുനിക ആന്റി സ്റ്റെൽത്ത് റഡാർ ശൃംഖലകൾ വികസിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ DRDO
ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നിവർ ചേർന്ന് വികസിപ്പിച്ച മൊബൈൽ VHF റഡാർ സിസ്റ്റമാണിത്. ഇതിൻ്റെ ആദ്യ പതിപ്പുകൾ ഇതിനകം തന്നെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ശത്രുക്കളുടെ ജാമിംഗ് ശ്രമങ്ങളെ പ്രതിരോധിച്ച് 400 കിലോമീറ്റർ പരിധിയിലുള്ള 100 സ്റ്റെൽത്ത് ലക്ഷ്യങ്ങളെ ഒരേ സമയം നിരീക്ഷിക്കാൻ ഇതിന് സാധിക്കുമത്രേ. മിഷൻ സുദർശൻ ചക്ര എന്ന പദ്ധതിക്ക് കീഴിൽ ഇന്ത്യ ഒരു വലിയ ആന്റി സ്റ്റെൽത്ത് റഡാർ ഗ്രിഡ് തന്നെ നിർമ്മിക്കുന്നുണ്ട്. ഇതിൽ പാസീവ് കൊഹറന്റ് ലൊക്കേഷൻ അഥവാ PCL റഡാറുകളാണ് ഉപയോഗിക്കുന്നത്. ഈ റഡാറുകൾ സ്വന്തമായി തരംഗങ്ങൾ പുറപ്പെടുവിക്കില്ല. പകരം അന്തരീക്ഷത്തിലുള്ള മൊബൈൽ ടവറുകളുടെ സിഗ്നലുകളിലും FM റേഡിയോ തരംഗങ്ങളിലും സ്റ്റെൽത്ത് വിമാനങ്ങൾ ഉണ്ടാക്കുന്ന തടസ്സങ്ങളെ തിരിച്ചറിഞ്ഞാണ് ഇവ വിമാനങ്ങളുടെ സ്ഥാനം കണ്ടെത്തുന്നത്. റഡാർ തരംഗങ്ങൾ പുറപ്പെടുവിക്കാത്തതിനാൽ ശത്രുക്കൾക്ക് ഈ റഡാറുകളെ കണ്ടെത്താനോ ജാം ചെയ്യാനോ കഴിയില്ല. റഷ്യക്ക് സ്റ്റെൽത്ത് വിമാനങ്ങളെ നേരിടാൻ ദീർഘകാലത്തെ പരിചയ സമ്പത്തുണ്ട്. ഓവർ ദ ഹൊറൈസൺ റഡാറുകൾ അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. റഷ്യയുടെ 29B6 കണ്ടെയ്നർ, വൊറേനേഷ് തുടങ്ങിയ റഡാറുകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ അയണോസ്ഫിയറിലേക്ക് തരംഗങ്ങൾ അയച്ച് അവിടെ നിന്ന് പ്രതിഫലിച്ച് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും കണ്ടെത്താൻ ശേഷിയുള്ളവയാണ്. കൂടാതെ റഷ്യയുടെ വിഖ്യാതമായ S-400, S-500 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ സ്റ്റെൽത്ത് വിമാനങ്ങൾ ട്രാക്ക് ചെയ്യാൻ ശേഷിയുള്ള നെബോ M പോലെയുള്ള മൾട്ടി ബാൻഡ് റഡാറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റെൽത്ത് വിമാനങ്ങൾ ഉള്ളത് അമേരിക്കക്കാണ്. F-22, F-35, B-2 തുടങ്ങിയവ ഉദാഹരണം. എങ്കിലും മറ്റു രാജ്യങ്ങൾ, ഉദാഹരണത്തിന് J-20 പോലുള്ള സ്റ്റെൽത്ത് വിമാനങ്ങൾ ചൈന നിർമ്മിക്കാൻ തുടങ്ങിയതോടെ അവയെ കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യ അമേരിക്കയും വികസിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് അഥവാ IRST. റഡാർ തരംഗങ്ങൾക്ക് പകരം വിമാനങ്ങളുടെ എഞ്ചിനിൽ നിന്നുണ്ടാകുന്ന അതിശക്തമായ ചൂട് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഇൻഫ്രാറെഡ് സംവിധാനങ്ങളിലാണ് അമേരിക്ക കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കോട്ടിങ്ങുകൾ വഴി റഡാറിനെ വെട്ടിക്കാൻ സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് കഴിയുമെങ്കിലും എഞ്ചിൻ ചൂട് പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ല. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത അത്യാധുനിക YLC-8B റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇറാനും തങ്ങളുടെ ആന്റി സ്റ്റെൽത്ത് പ്രതിരോധം ഈയിടെ ശക്തമാക്കിയിട്ടുണ്ട് എന്നതും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്.